بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിൽ മുനാഫിഖീങ്ങളുടെ 3 അടയാളം പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അത് നാം ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാരായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവും അത്വാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹുമായുള്ള ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ 11 സഹോദരങ്ങൾ അവർ പ്രവാചകരാണ്, അവർ മഹത്തുക്കളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നുള്ള ചർച്ചയിൽ ആ മഹാന്മാരായ യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കമുള്ള 12 പേരും മഹാന്മാരാണെങ്കിൽ അതിൽപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരനായ ബിന്യാമീൻ കഴിച്ച് ബാക്കിയുള്ളവർ ഈ ലോകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അവരുടെ ചരിത്രങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കഥാപ്രാസംഗികന്മാർ, അതുപോലെ കിസ്സപ്പാട്ടുകൾ, അതുപോലെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവരെ സംബന്ധിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംശയം വരാൻ സാധ്യതയുള്ളതും മഹാന്മാരെ സംബന്ധിച്ച് നാം തന്നെ അവരുടെ നുബുവ്വത്തിനോട് യോജിക്കാത്ത സംസാരങ്ങൾ പലപ്പോഴായി വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അതിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ, ചർച്ചകൾ, മഹാന്മാർ അവരെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചർച്ച ചെയ്ത് മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമായി വന്നു. അതിൻ്റെ പേരിലാണ് ഈ ഒരു ചർച്ച ഈ ബുഖാരി ക്ലാസിൻ്റെ ഇടയിൽ നാം കൊണ്ടുവരുന്നത്. അത് നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു ചർച്ചയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ് وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. അൽ-ബഖറ 136 ആയത്താണ്. അവിടെ മുഅ്മിനീങ്ങളോട് പറയാണ്, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഖൂലൂ ആമന്നാ ബില്ലാഹി, അല്ലാഹനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. വമാ ഉൻസില ഇലൈനാ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയണം. വ ഇസ്മാഈല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും, വ ഇസ്ഹാഖ, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും, വ യാഖൂബ, യാഖൂബ് നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും, വൽ അസ്ബാത്ത്, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും ഞാൻ വിശ്വസിച്ചു. ദുലാലേനി അർക്കം അസ്ബാത്തിനിക്ക് ബനീഹി ഔലാദിഹി എന്നതാണ് തഫ്സീറിട്ടുള്ളത്. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 12 മക്കൾ, അവരാണ് അസ്ബാത്ത് കൊണ്ട് മുറാദ്.
അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ നല്ല തടിയുള്ള ഉറപ്പുള്ള ധാരാളം കമശങ്ങളുള്ള മരം എന്ന നേരെ ശിബത്തിന്റെ ലഫ്ളർത്ഥം. ഇവിടെ ഉദ്ദേശമുള്ളത് അതുപോലെയായിരുന്നു യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളും. ഓരോരുത്തർക്കും ധാരാളം മക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അസ്ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഉപയോഗമുണ്ട് ശിബത്ത് എന്ന് പറഞ്ഞ പേരക്കുട്ടികള്. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ പറ്റി എന്താ അസ്ബാത്ത് എന്ന് പറഞ്ഞ്? കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെയും പേരക്കുട്ടികളാണ്. അതുകൊണ്ടാണ്. അങ്ങനെ തഫ്സീറിൽ വലിയ ചർച്ച ഉണ്ട്. അപ്പൊ അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. അത് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമില്ല വിഷയത്തിൽ. ഞാൻ ഈ വാർത്ത വായിക്കുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ അസ്ബാത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് എന്നുള്ള വിഷയത്തിൽ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അതിന് പെടുന്നുണ്ടോ ഇല്ലേ? അത് പിന്നെ ഏതാനും പെടും. അതിനും പ്രവാചകന്മാരൊക്കെ പെടും. കാരണം പേരക്കുട്ടികൾ എന്നാണ് അർത്ഥമുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് പേരക്കുട്ടികൾ എന്നൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് നോക്കുമ്പം പിൽക്കാലത്തുള്ള ആ പരമ്പരയിൽ വന്ന പ്രവാചകന്മാർ മുഴുവനും പെടും. എന്നാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അതിൽ പെടും എന്നുള്ള വിഷയത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അപ്പൊ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലേക്കും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിലേക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കും ഇറക്കപ്പെട്ടതുപോലെ ഇവിടെല്ലാം ധാരാളം ചർച്ചകൾ ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മൾ ഏടുകൾ പറഞ്ഞോട്ട് ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് 10 ഏട്, അങ്ങനെ ഓരോരോ പ്രവാചകന്മാർക്ക് 30 ഏട്, ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് 10 ഏട്, ഇങ്ങനെയല്ലേ നമ്മൾ പറയത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷമല്ലേ ഇസ്മായിൽ നബിയിലേക്കോ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിലേക്കോ യാക്കൂബ് നബി ഇസ്ലാമിലേക്കോ ഇസ്ലാമിന്റെ മക്കളിലേക്കോ ഏടിറക്കിയിട്ടുണ്ടോ? ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്ക് ധാരാളം മറുപടിയുണ്ട്. പണ്ഡിതന്മാരായതുകൊണ്ട് ആ മറുപടി എല്ലാം അറിയുമെന്നാണ്. കാരണം ഈ ആഴ്ച എല്ലാവരും ഓതി കൊടുക്കുന്ന ആഴ്ചയാണല്ലോ. എന്താ സാധാരണ പറയത്? ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഒരു 10 ഏട് അല്ലാഹു തആല ഇറക്കി. ആ ശരീഅത്തിനക്ക് നസ്ഖില്ലാത്തത് കൊണ്ട് മറ്റ് പ്രവാചകന്മാരിലേക്ക് അവർക്ക് നുബുവത്ത് കൊടുക്കലോടുകൂടെ അവർക്കും ഇതേ ഏടുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഏടിറക്കിയത് ഇബ്രാഹിം നബിക്ക് എന്നേ ഉള്ളൂ. അതുപോലെ തൗറാത്തിനെ സംബന്ധിച്ചും പറയുന്നുണ്ടല്ലോ. നമ്മൾ പ്രവാചകന്മാർ 313 പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, പ്രവാചകന്മാരാവണമെങ്കിൽ അവർക്ക് ശരീഅത്തും വേണം, കിതാബും വേണം. കിതാബിൽ ഏടും പെടും. എന്നാൽ ഈ 4 കിതാബുകൾ പ്രധാനമായ തൗറാത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് ഇറക്കപ്പെട്ടു. ആ മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കപ്പെട്ടതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന ബനൂ ഇസ്രായേൽ പ്രവാചകന്മാർ ഈസാ നബി അലൈഹി ഇസ്ലാമിലേക്കുമുള്ള എല്ലാ പ്രവാചകന്മാർക്കിലേക്കും അതേ തൗറാത്ത് അല്ലാഹു തആല നേരിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം കിതാബ് നൽകപ്പെട്ടവരാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു വിഷയമാണ്, ഞാൻ വിശദമാക്കി പറഞ്ഞില്ല. അപ്പൊ എന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 10 ഏടുകൾ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ഓരോരുത്തരേക്കും ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയണേ. വമാ ഊതിയ മൂസാ വ ഈസാ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ടത് കൊണ്ടും ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ടത് കൊണ്ടും മാത്രമല്ല മാ ഊതിയ നബിയ്യൂന എല്ലാ നബിമാർക്കും നൽകപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു. മിൻ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ വക്കൽ നിന്ന് എല്ലാ നബിമാർക്കും നൽകപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയുക. പരിശുദ്ധ ഖുർആനാണത്. ഇതേ ആയത്ത് ഇതിപ്പോ അൽ ബഖറയിലാണ് പറഞ്ഞത്. ഇതേ ആയത്ത് ആല ഇംറാൻ 84. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. കണ്ടോ? ആലു ഇമ്രാൻ 84. ചെറിയ വ്യത്യാസന്റെ ആയത്ത് ഉൻസില അലൈനാണ്. ആലു ഇമ്രയിലും അമ്മ ഉൻസില ഇലയിലാണ്. വ്യത്യാസങ്ങളുണ്ട്. ഒരേ ആയത്തെന്ന് പറയാൻ പറ്റൂല.
അതുപോലെ സൂറത്തു നിസാ 163 ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത് വഔഹൈനാ നൂഹ് നബി അലൈഹിസ്സലാമിലേക്കും നൂഹ് നബിന്റെ ശേഷമുള്ള നബിമാരിലേക്കും വഹിയിറക്കപ്പെട്ടതുപോലെ തങ്ങളിലേക്ക് നാം വഹിയിറക്കി. വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കും ഇസ്മായിൽ നബിയിലേക്കും ഇസ്ഹാഖ് നബിയിലേക്കും യാക്കൂബ് നബിയിലേക്കും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിലേക്കും വൽ അസ്ബാത്ത് ജമ്മ അവരിലേക്കും നാം വഹിയിറക്കിയിട്ടുണ്ട്. വഈസാ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാന വആതൈനാ ദാവൂദ സബൂറാ. സൂറത്തുൻ നിസാ 663. ധാരാളം ഹദീസുകളും ഇതുമായി ബന്ധപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ദുറുൽ മൻസൂറിന്റെ ഹദീസ്, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ സിമാൽ എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്യാണ്. അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബ്ദുല്ല എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു. യഖൂലു റസൂൽ പറയുന്നതായി, ലൗ ഹലഫ്തു ലബറർതു, ഞാനൊരു സത്യം ചെയ്യുകയാണെങ്കിൽ ആ സത്യത്തിൽ ഞാൻ ബിർറുടയവനാകും, ഞാൻ ആ സത്യം പാലിച്ചവനാകും, ആ സത്യം പേച്ചോനാവൂല. എന്താണ് ആ സത്യം? അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഖബ്ല അർ-റഈലിൽ അവ്വലി മിൻ ഉമ്മതി ഇല്ലാ ബിദ്അത അശറ ഇൻസാനാ. എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യ വിഭാഗം സ്വർഗത്തിൽ കടക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിൽ കടക്കൂല 10 ചില്ലാനം ആളുകളല്ലാതെ എന്ന് ഞാൻ സത്യം ചെയ്താൽ ആ സത്യം വളരെ ഫിറ്റായി വരും, സത്യമായി വരും. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് റസൂലുള്ളാഹി തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുമാണ്. ശരഫനാമൂലൂരിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു വലിയൊരു ഹൃദയ പുളികിയായ മനസ്സിന് വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു ദുആണ്ട് ശരഫനാമൂലൂരില്, അല്ലാഹുമ്മ അദ്ഖിൽനാ മഅഹുൽ ജന്ന ഫഇന്നഹു അവ്വലു മൻ യദ്ഖുലുഹാ. അല്ലാഹുവേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ, ഞാൻ ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന നബിയാണല്ലോ, നബിന്റെ കൂടെ ആദ്യം സ്വർഗത്തിൽ കടത്തണേ എന്ന ആ ഒരു സംഭവം റസൂൽ പറയാം. പക്ഷെ എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ആദ്യ വിഭാഗം കടക്കുന്നതിന്റെ മുമ്പ് 10 ചില്ലാനം ആളുകളെ ആദ്യം കടക്കുള്ളൂ, വേറെ ആരും കടക്കൂല. ആരൊക്കെയാണ് 10 ചില്ലാനം ആളുകൾ? ഇബ്രാഹീമു ഇസ്മാഈലു ഇസ്ഹാഖു യാഖൂബു വൽ അസ്ബാത്ത് വമൂസ വഈസാ. ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, മൂസ നബി, ഈസാ നബി, 5 ആയി. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, മൂസ നബി, ഈസാ നബി, 6 പ്രവാചകന്മാർ. പിന്നെ വൽ അസ്ബാത്ത്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളും ജമ്മാണ്. യാക്കൂബ് നബി ഇസ്ലാമിന്റെ മക്കളും അപ്പഴാ 10 ചില്ലാനാകുക. അപ്പൊ ഈ 10 ചില്ലാനം ആളുകൾ, അതായത് 6ഉം 12ഉം 18 പേർ, ഇവരാണ് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നവര്. എന്റെ ഉമ്മത്ത് കടക്കുന്നതിന്റെ മുമ്പായി സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഇവരാണ്. ഇമാം ത്വബറാനി റിവായത്ത് ചെയ്യുന്നു. അപ്പൊ അസ്ബാത്തിന് ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ സൂറത്ത് യൂസുഫ് നാം വളരെ വ്യക്തമായി ഓതി പഠിച്ചാൽ, അല്ലെങ്കിൽ ചിന്തിച്ചു ഓതിയാൽ നമുക്ക് വ്യക്തമാവ് ഈ സൂറത്ത് യൂസുഫിൽ ചർച്ച ചെയ്യുന്ന ഈ പരാമർശങ്ങളിൽ യഥാർത്ഥത്തിൽ പാകപ്പിഴവ് എവിടെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് തറദ്ദുതാണ് വരിക. ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് വരിക. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ എന്തെങ്കിലും ദുഷ്ടചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരുന്നോ? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ദുഷ്ടത്തരം മനസ്സിലുണ്ടായിരുന്നോ? വളരെ ചിന്തിച്ച് പഠിക്കേണ്ട വിഷയമാണ്. അമ്പിയാക്കളെ സംബന്ധിച്ചായതുകൊണ്ട് തന്നെ കൂടുതൽ അതിന്റെ ആഴിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നില്ല.
സാമ്പിളിന് ഒരാഴ്ച. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് സ്വപ്നം കണ്ട വിവരം പറഞ്ഞു. ഇത് ഖാല യൂസുഫ് ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഞാന് എന്റെ പിതാവേ, ഉപ്പ, ഞാന് 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു. അവരെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നവരായിട്ട് എന്ന് പറഞ്ഞ സന്ദർഭം ഒന്ന് മനസ്സിലാക്കുക, വീക്ഷിക്കുക. ഇത് കാല ഇബ്രാഹിം നബി യൂസുഫ് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ തഖ്സുറു യാ കലാ ഇഖ്വതിക യകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. എന്നിട്ട് വകദാലിക യസ്തബീക റബ്ബുക, നീ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കും, നിന്നെ ഇത്തിബാ ചെയ്യും. വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസി വയുതിമ്മു നിഅമതഹു അലൈക, അത് ഇത്തിബാ ചെയ്യും, പിന്നെ അല്ലാഹു നിഅമത്ത് അൻക്ക് പൂർത്തിയാക്കി തരും. ഇമാം റാസി അവിടെ വളരെയധികം സ്വീകരിക്കുന്നുണ്ട്. ഇത്മാമു നിഅമത്ത് നുബുവത്ത് കൊണ്ടാണ്. അപ്പൊ നിന്റെ മേൽ അല്ലാഹു തആല നിഅമത്ത് പൂർത്തിയാക്കി തരും. വഅലാ ആലി യാക്കൂബ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ പേരിലും ആലിന്റെ മേലിലും. ഈ യൂസുഫ് നബിയോടാണ് പറഞ്ഞത്, വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ. ആലൈക മുഖാത്തഫാണ്. ആലി യാക്കൂബിന്റെ മേലിലും നിഅമത്തിനെ പൂർത്തിയാക്കി തരും. ഈ പൂർത്തിയാക്കി തരുന്ന നിഅമത്ത് എന്താ? നുബുവത്താണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ബഹുഭൂരിപക്ഷം അവിടെ പറഞ്ഞിട്ടുണ്ട്. വഅലാ ആലി യാക്കൂബ, ആലി യാക്കൂബിൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പെടുന്നത് യാതൊരു സംശയം ആർക്കുമില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, കമാ അതമ്മഹാ അലാ അബവൈക മിൻ ഖബ്ല ഇബ്രാഹീമ വഇസ്ഹാഖ് ഇന്ന റബ്ബക അലീമുൻ ഹകീം. ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം പറഞ്ഞുതരാം. അപ്പൊ ആലി യാക്കൂബിന്റെ ഷർഹ് എല്ലാവരും വിശദമായിട്ട് നോക്കണം. പിന്നെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മക്കളിൻ ചരിത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നത്. ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വളരെ ശ്രദ്ധിച്ചു നോക്കി. ഇത് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. ചർച്ച തുടങ്ങുന്ന വിഷയമാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ. ആകെ യാക്കൂബ് അലൈഹി 12 മക്കൾ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും അപ്പനെയും മാറ്റി നിർത്തിയാൽ 10 പേർ. ആ 10 ആളുകൾ കൂടി ആലോചിക്കുന്ന വിഷയമാണ്. എന്താ പോലെ മൗദൂഅ്? ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മുടെ പിതാവിനിക്ക് നമ്മെക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത് യൂസുഫും അഹുമാണ്. വനഹ്നു ഉസ്ബത്തുൻ, നമ്മൾ വലിയൊരു സംഘമാണ്. ഇത്രയും വലിയ ആളുകളെ മഹാനായ നമ്മുടെ പിതാവ് വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല. ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ, നമ്മളെ വാപ്പാന്റെ കാര്യം വലിയ അത്ഭുതമാണ്. അവിടെ വലാലിക്ക് പേച്ചാളാന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? വ്യക്തമായ തെറ്റിലാണ്. വലാലിന് വഴിപേച്ചാളാണ്. സത്യത്തെ തെറ്റാണെന്ന് അർത്ഥം വെക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? യൂസുഫ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളാണിത്. യാക്കൂബ് നബി അന്നത്തെ പ്രവാചകനാണ്. ഒരു പ്രവാചകനെ പറ്റി വാല്യ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതെല്ലാം മുഫസ്സിരീങ്ങൾ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഈ വിഷയം നമുക്ക് 4 ക്ലാസ്സെങ്കിലും എടുത്തെങ്കിലേ അതിന്റെ ഒരു അറിവിലെത്തിക്കാൻ കഴിയുള്ളൂ.
അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ രാജ്യത്ത് നോക്കണം, അവിടെ ഏത് തഫ്സീറൊക്കെ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. വലാല് എന്ന് പറഞ്ഞാൽ ദുന്യവിയായ വിഷയത്തിൽ മാനസികമായി അടുപ്പം കാട്ടാതിരിക്കുക എന്നുള്ളതിനെ പറ്റി മാത്രമാണ് പറയുന്നത് എന്നല്ലാതെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകന്റെ അനുയായികൾപ്പെട്ട ആരെങ്കിലും അയാൾ പൈച്ചാളാണെന്ന് പറഞ്ഞാൽ മുർത്തദ്ദായി പോവും. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ മുഴുവനും സ്വാലിഹീങ്ങളാണ്. നമ്മൾ പറഞ്ഞ സ്വാലിഹീങ്ങൾ മാത്രമല്ല, ഒരു അമ്പിയാക്കളുമാണ്. അപ്പൊ അവരൊക്കെ ഒരിക്കലും അവർ വിശ്വസിച്ചതായ പ്രവാചകനെ സംബന്ധിച്ച് ഒരിക്കലും വാദം വരാൻ പറ്റൂല. അപ്പൊ അത് സാധാരണ ഒരു പ്രയോഗം മാത്രമായി തള്ളണം, മനസ്സിലാക്കേണ്ടതാണത്. അപ്പൊ എന്താ ഇവരെ പ്രശ്നം ചിന്തിച്ചു നോക്കുക, എന്താണ് ഇവരെ ചർച്ച? പ്രവാചകരായ പിതാവ്, ഈ പ്രവാചകരാവേണ്ട സ്വന്തം പിതാവ് തന്നെയാണെങ്കിൽ പോലും മക്കളെ വേണ്ടതുപോലെ സ്നേഹിക്കാതിരുന്നാൽ ആ മക്കളുടെ ഭാവി എന്താകും? ആ മക്കൾ എന്താകും? വാപ്പാന്റെ സ്നേഹം പിടിച്ചു പറ്റാത്ത മക്കൾ എന്തിനു പറ്റും? അവർക്ക് ആശ്രയം കിട്ടുമോ? അതുകൊണ്ട് വാപ്പാന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ എന്താണ് മാർഗം? ഇവിടെയാണ് മഹാന്മാർ പറയുന്നത്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ ചർച്ച ഈ വിഷയമാണ്. പിതാവിന്റെ സ്നേഹം പിടിച്ചടക്കാൻ എന്ത് ചെയ്യണം? അവര് പറഞ്ഞു, അശദ്ദിനെ അസഫ് കൊണ്ട് തട്ടണം. അത് പണ്ടേയുള്ള നിയമമാണ്. വാപ്പാന്റെ സ്നേഹമില്ലാതെ ദുനിയാവ് ജീവിതം എന്ത് കാര്യമുണ്ട്? പ്രവാചകരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് വിഷമം വരുന്ന എന്തും ആ പ്രവാചകനിക്ക് വലിയ പ്രശ്നമാണ്. പ്രവാചകന്മാർ അവരുടെ അനുയായികളെ സംബന്ധിച്ച് വളരെ ശഫീഖായിരിക്കണം, റഹീമായിരിക്കണം. ആ പ്രവാചകന്മാർ അങ്ങോട്ട് സ്നേഹിക്കാൻ നിർബന്ധമായതുപോലെ തന്നെ അവർക്ക് ഉമ്മത്തിനോടുള്ള സ്നേഹം അത്രയും വലുതായിരിക്കണം. നമ്മൾ വളർന്ന വിഷയം. ഇവിടെ പ്രശ്നം എന്താ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും അഖിന്റെയും ഓടുള്ള സ്നേഹത്തിന്റെ അത്ര തന്നെ മക്കളോട് വരുന്നില്ല. നമ്മളോട് സ്നേഹം വരാൻ എന്താവും നമ്മളെ കഥ? അതുകൊണ്ട് കുത്തുലോ യൂസുഫ് അവിത്രഹൂഹു അർവാ യഖ്ലു ലക്കും വജ്ഹു അബീക്കും. കണ്ടോ, യൂസുഫിനെ ഒന്നിരിക്കൽ കൊല്ലണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിൽ കൊണ്ടുപോയിടണം, കരകർത്തണം. യഖ്ലു ലക്കും വജ്ഹു അബീക്കും. അപ്പൊ നിങ്ങളെ വാപ്പാന്റെ മുഖം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും. വാപ്പാന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ, പൂർണ്ണമായി കിട്ടാൻ അതേ മാർഗമുള്ളൂ. നമ്മളെ മുമ്പുള്ള തടസ്സം യൂസുഫാണ്. യൂസുഫ് പോയാൽ പിന്നെ നമ്മോടായിരിക്കും വാപ്പാക്ക് സ്നേഹം ഉണ്ടാകുക. അതൊക്കെ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ വതകൂനൂന. നിങ്ങൾക്ക് അതിന്റെ ശേഷം സ്വാലിഹീങ്ങളായ കൗമ് ആവുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് സ്വാലിഹീങ്ങളാകാൻ കഴിയും തോന്നില്ല. നമ്മുടെ പിതാവിന്റെ സ്നേഹം പറ്റാതെ എങ്ങനെ സ്വാലിഹീങ്ങളാവാൻ കഴിയും? ഇതാണ് അവരുടെ ചർച്ച. അതിന് വേണ്ടി അവർ ചെയ്തതായ അവരുടെ ശരീഅത്ത്, നമ്മളെ ശരീഅത്തിലും അസദ് വഖഫ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉസൂലുണ്ട്. വലിയ പ്രശ്നത്തെ ചെറിയത് കൊണ്ട് തടുക്കണം. ഇതേമാതിരിയുള്ള ചർച്ചയാണ് അവർ ചെയ്തത്. എന്നല്ലാതെ വാപ്പാന്റെ സ്നേഹം പിടിച്ചടക്കാൻ വേണ്ടി അതിന്റെ മുമ്പ് തടയായി വരുന്ന യൂസുഫിനെ എന്ത് ചെയ്യണം എന്നതാണ് ചർച്ച. അതിന്റെ അപ്പുറം ഒരു ദുഷ്ടചിന്താഗതി എവിടെയാണ് വെച്ചുള്ളത്? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, തഫ്സീറിന്റെ പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ പ്രവാചകരാണ് എന്ന് തന്നെയാണ്. റൂഹുൽ ബയാൻ രസൽ ഇബാർത്ത്, അത് ഇതേ ഇബാർത്ത് തന്നെ നമ്മളെ അബുസോദിലുണ്ട്. വഅലം അന്ന യൂസുഫ റആ ഇഖ്വതഹു ഫീ സൂറത്തിൽ കവാകിബി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം സഹോദരങ്ങളെ കണ്ടത് നക്ഷത്രങ്ങളുടെ രൂപത്തിലാണ്. എന്താ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ? ഇബ്രാഹിം വാപ്പ, ഉമ്മ, സൂര്യനും ചന്ദ്രനും.
സഹോദരങ്ങൾ നക്ഷത്രങ്ങളായിട്ടാണ് കണ്ടത്. ഒരു മോശപ്പെട്ട രൂപമല്ലല്ലോ. ഇത് കാരണം കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ സഹോദരങ്ങളെ കൊണ്ട് പ്രകാശം തേടും. വയഹ്ദി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ സഹോദരങ്ങളെ കൊണ്ട് ഹിദായത്താവുകയും ചെയ്യും. ഇതാണല്ലോ നക്ഷത്രങ്ങളെ ദുനിയാവുള്ള വ്യക്തമായ ഒരു ഉപകാരം. അതുകൊണ്ട് ഹിദായത്താവുക, ദിക്ക് തിരിയ, ഭാഗം തിരിയ, സമയം തിരിയ, ഇങ്ങനെ കുറെ ആവശ്യങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട്. ആ നക്ഷത്രങ്ങളെ കൊണ്ട് ആ സഹോദരങ്ങളെ കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് പ്രകാശം ലഭിക്കുകയും ഹിദായത്ത് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളുടെ രൂപത്തിൽ കണ്ടത്. കമാ യുഹ്ദാ ബിൽ കവാകിബി. വേറെ ഇബാറത്ത് റൂഹുൽ ബയാനാണ് ഞാൻ വായിക്കുന്നത് എങ്കിലും റൂഹുൽ തഫ്സീർ അബൂ സഈദിലും ഇതേ ഇബാറത്ത് തന്നെ ഉണ്ട്. فإن رؤية يوسف إخوته كواكب يهتدي بأنوارها من نعم الله عليهم لدلالتها على مصير أمرهم إلى النبوة. കണ്ടോ, അവര് നക്ഷത്രത്തിന്റെ നക്ഷത്രമായി കാണാനുള്ള കാരണം അവരെല്ലാം നബുവത്ത് ലഭിക്കുന്നവരാണ് എന്നുള്ളതിന്റെ മേൽ അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ്. അതുകൊണ്ടാണ് സ്വപ്ന വ്യാഖ്യാനത്തിൽ ആലി യാക്കൂബ എന്ന് ഇബ്രാഹിം നബി യാക്കൂബ് നബി ഇസ്ലാം യൂസുഫ് നബി ഇസ്ലാമിലേക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പം ആ ആലി യാക്കൂബിന് അത്തുഫയ്യാനുള്ള കാരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റാജി ഇമാമ് അത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്, നീണ്ടുപോകും വായിച്ചില്ല. റാജിയിൽ 3 പേജോളം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങള് അങ്ങനെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ പിന്നെ അവരൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ എന്ത് മറുപടി പറയും? റാജിമാൻ പറഞ്ഞ മറുപടി അതെല്ലാം അവർക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പാണ്. നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് പ്രവാചകന്മാരെ വക്കൽ നിന്ന് അവരുടെ ഇജ്തിഹാദ് പ്രകാരം എന്തെങ്കിലും പാകപ്പേവായി തോന്നുന്ന സംഗതി ഉണ്ടാകുന്നതിന് വിരോധമില്ല എന്ന് റാജിയാക്കുക. അതാണ് ഞാൻ റാജിയാക്കുന്നത്. അത് റാജിയാക്കുക. നുബുവത്തിന്റെ മുമ്പാണ് സംഭവിച്ചതല്ല. അപ്പൊ ആ വിഷയം വേറെ ഖുർത്തുബിന്റെ അറിവാർത്ത് قال علماؤنا إن إخوة يوسف عليه السلام عاهدوا أباهم. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ വാപ്പാനോട് കരാർ ചെയ്തു. ഫഅഖ്ലഫൂഹു, ആ കരാർ അവർ ലംഘിച്ചു. വഹദ്ദസൂഹു, കരാറിലെന്താ യൂസുഫ് അങ്ങ് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഒരു നോക്കിയില്ല. വഹദ്ദസൂഹു, വാപ്പാനോട് ഒരു വർത്താനം പറഞ്ഞു, ഹദീസ് പറഞ്ഞു. ഫകദബൂഹു, അവർ പിന്നെ കളവ് പറഞ്ഞു. എന്താ കളവ് പറഞ്ഞത്? യൂസുഫിനെ ചെന്നായ പിടിച്ചു. അത് കളവായിരുന്നല്ലോ. വൗത്തമനഹും അലാ യൂസുഫ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മേലിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇഖ്വത്തിനെ വിശ്വസിച്ചേൽപ്പിച്ചു. ഫഖാനൂഹു, അവര് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് ചതി കാട്ടി. അപ്പൊ ആയത്തുൽ മുനാഫിക്ക് സലാത്ത് എന്ന് പറഞ്ഞില്ലേ, ആ 3 ലക്ഷണം ഓല് കാട്ടിയില്ലേ. എന്നാൽ വമാകാനൂ മുനാഫിഖീന, ഒരു മുനാഫിഖീങ്ങളല്ല. ഖാല അത്താഉ ഇബ്നു അബീ റബാഹിൻ, അത്താഉ ഇബ്നു അബീ റബാഹ് കാര്യമായ താബിഈയാണ്, മുഹദ്ദിസാണ്, എല്ലാവർക്കും ചരിത്രം അറിയായിരിക്കും. ഖദ് ഫഅല ആദിഹിൽ ഖിലാല ഇഖ്വത്തു യൂസുഫ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ മുനാഫിഖീങ്ങളെ ലക്ഷണമായി എണ്ണുന്ന ഈ കാര്യങ്ങളെ മുഴുവനും ചെയ്തു. വലം യകൂനൂ മുനാഫിഖീന, ഒരാളും മുനാഫിഖീങ്ങളല്ല. ബൽ കാനൂ അംബിയാ, അവരെല്ലാവരും അംബിയാക്കളായിരുന്നു. തഫ്സീർ ഖുർത്തുബി. അപ്പൊ ഈ പറയുന്ന തഫ്സീർ ഖുർത്തുബി 11-ാമത്തെ ജുസ് 214-ാമത്തെ പേജ് ഖുർത്തുബി വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരാണ്, പിന്നെ എന്തുകൊണ്ട് അവരുടെ വക്കൽ നിന്ന് ഈ പ്രശ്നങ്ങൾ വന്നു? അതെല്ലാം അവർക്ക് അന്ന് സൂറത്തിൽ മാത്രമേ ഇതൊക്കെ തെറ്റായി തോന്നുന്നുള്ളൂ.
അതിന്റെ ബാത്തിലുള്ള അതൊന്നും തെറ്റായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വാമി ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടോ, നിങ്ങൾ അൽ കഹ്ഫ് സൂറത്തിൽ ചർച്ച ചെയ്യുന്ന ഖിളിർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബിയും തമ്മിലുള്ള ആ ചർച്ച ഒന്ന് വായിച്ചാളിയത. അവിടെ എന്താ സംഭവിച്ചത്? ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പിടിച്ച് പറങ്കിമാങ്ങയിൽ നിന്ന് അണ്ടി പിരിച്ചെടുക്കും പോലെ ആ കുട്ടിന്റെ തല പിരിച്ചെടുത്തുകാണ് പോകുന്നത്. ഒരു കുട്ടിനെയാണ് ആ ചെയ്യുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ ചോദ്യം ചെയ്യുന്നു, ഇത്രയും വലിയ തെറ്റ് ഇന്ന് നമ്മളെ ശരീരത്തിൽ വളരെ തെറ്റല്ലേ? അതിന്റെ ഉള്ളിൽ നമുക്കറിയാം എന്താ, ആ കുട്ടി വലുതായിക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ കൊല്ലും, അല്ലെ മാതാപിതാക്കളെ കുഫറിലേക്ക് നയിക്കും, അപ്പൊ അവരെ പേപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ മാതാപിതാക്കളെ പേപ്പിക്കുന്ന മക്കളെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ പേപ്പിക്കുന്ന വാല്യങ്ങളായ എത്ര ആളുകളുണ്ട്? വ്യക്തമായി പേപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്? അവരെ കൊല്ലാൻ പറ്റുമോ? അപ്പൊ ആ കൊല എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ സ്വന്തം ചെയ്തല്ല, എനിക്ക് കൽപ്പന ഉണ്ടായിട്ട് ചെയ്തതാണ് എന്നല്ലേ എന്ന മാതിരി യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഈ ഒരു കമാല് കിട്ടണമെങ്കിൽ വാപ്പാനെ തൊട്ട് പിറ്റിച്ചെങ്കിലേ യൂസുഫ് അലൈഹി സ്വലാമിനിക്ക് ഉയരാൻ പറ്റുള്ളൂ. വാപ്പാന്റെ മടിയിൽ ചെന്നാൽ യൂസുഫ് അലൈഹി സ്വലാമിനോട് ഈ ഒരു എത്തിയത് ആസ്ഥാനത്തെത്താൻ കഴിയൂല. ഈ മക്കൾക്കാണെങ്കിലോ വാപ്പാന്റെ അടുക്കാനും കഴിയൂല, യൂസുഫിന് വളരാനും കഴിയൂല. ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് വാപ്പാന്റെ സ്നേഹം പിടിച്ചെടുക്കാനും കഴിയൂല. എന്ന മാർഗം എന്താണ്? അകത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചരിത്രകാരന്മാർ കഥ പറയുന്ന ആളുകൾ കഥന്റെ ഉള്ളിൽ പലതും കടച്ചു കൂട്ടുന്നതല്ലേ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി വെക്കുക, എന്നാൽ ആരെങ്കിലും യാത്രക്കാർ പൊറുക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളും എന്നാണ് പറഞ്ഞത്. കഥന്റെ ആളുകൾ കഥന്റെ ആയം പറഞ്ഞു, എന്നിട്ട് മോളിൽ ഒരൊറ്റ ഏറെറിഞ്ഞു, ഏറെറിഞ്ഞിനെ പുറത്ത് കല്ലും തലക്കിട്ടു എന്നൊക്കെ കഥന്റെ ആളുകൾ പറയുന്നല്ല. ഒരു പരിശുദ്ധ കൂടാൻ പറഞ്ഞെന്താ, ഒരു രസമുള്ള വർത്താന, നിങ്ങൾ യൂസുഫിനെ ആക്കിക്കോളി ഇട്ടോളി എന്നും കൂടിയല്ല പറഞ്ഞത്. ശിവയാവത്തിൻ്റെ കിണറിന്റെ ആയിൽ യൂസുഫിനാക്കിക്കോളി, ആരെങ്കിലും യാത്രക്കാർ വരുമ്പോൾ പൊറുക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളും, അങ്ങനെ വളർന്നോളും. ഇതാണ് ഇമാം സ്വാബി തഫ്സീറിൽ പറയുന്നത്. ഇങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇത് ചെയ്യൽ അനിവാര്യമായ ഘട്ടമായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് അവർ ചെയ്തു. പക്ഷെ അന്ന് ചെയ്യുന്നു യൂസുഫ് വളരണം എന്നുള്ള ഈ കോലത്തിലാവും എന്നുള്ളത് ചിത്രവ്യാഖ്യാനം ഓരോ കേട്ടോ തന്നെയാണല്ലോ. എന്നാൽ ഇത്രത്തോളം വലുതാവുമെന്നോ അതിന്റെ പൂർണ്ണ രൂപം അവർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. അതോടുകൂടെ വാപ്പാനെ തൊട്ട് അകത്തൽ ആവശ്യമാണ്. രണ്ട് കാര്യത്തിന്, യൂസുഫിന്റെ സ്വയം വളർച്ചക്കും ഇവരുടെ ഉന്നമനത്തിനും. വാപ്പാന സ്നേഹം കിട്ടാതിരുന്നാൽ ഇവരുടെ കഥ എന്താകും? ഇതേ അവിടെ ചർച്ചുള്ളൂ. ഇതിന്റെ ഇടയിൽ പലതും കടന്നുകൂടുന്നതിനേക്ക് ആരാണ് ഉത്തരവാദി? അപ്പൊ സ്വാമി അവിടെ എടുത്ത് വളരെ വ്യക്തമായി നോക്കണം. സൂറത്ത് യൂസുഫ് ഈ ഞാനേറ്റ് ഓരോ ആഴ്ചകളിലെ അസ്ബാത്തിനെ പറ്റി പറഞ്ഞിടത്ത് മുഴുവൻ സ്വാമി അത് വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാർഗദർശി, നമ്മുടെ അവസാനത്തെ വാക്ക് ഖാത്തിമത്തുൽ മുഹഖിഖീൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അൽ മിനഹുൽ മക്കിയ എന്ന് പറയുന്ന ഹംജിയന്റെ ശറഹ്, അൽ മിനഹുൽ മക്കിയ ഫി ശറഹിൽ ഹംജിയ എന്ന് പറഞ്ഞിട്ട് ഒരു മഹത്തായ കിതാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന കിതാബാണ്. ആ ഹംജിയന്റെ ശറഹിൽ എന്താണ് പറയുന്നത് എന്ന് ഞാൻ വായിക്കാം. وَسَمِعْتُمْ بِكَيْدِ أَبْنَاءِ يَعْقُوبَ بَاخَاهُمْ وَكُلُّهُمْ صُلَحَاءُ
إذا ألقوه في غيابات جبي ورموه بالإفك وهو براء എന്ന ഹംസിയയിലെ 205, 206 ബൈത്തിന്റെ ഷറയിലാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ മിനഹിൽ പറയുന്നത്. 410 പേജ്. വലാ യുതവഖമു മിൻ കൈദിഹിം ലഹു المحكي عنهم في قصتهم ولا من ذكرهم إثر قابيل الكافر اللعين. മിനയില് ഹാബീലിനെയും പറഞ്ഞതിന്റെ ശേഷമാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്നത്. അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരുടെ കിസ്സയിൽ ഹിക്കായത്ത് ചെയ്യപ്പെട്ടതായ കൈത്, ആ കഥയിൽ നിന്ന് ഒരാളും തന്നെ ഊഹിച്ചു പോകരുത്. അന്നദാലിക യുനാഫി സ്വലാഹും, അത് അവരുടെ സ്വലാഹിനോടെതിരാണ് എന്ന്. എന്തുകൊണ്ട്? ഇത്തിഫാഖിൽ ഉലമായി അലാ അന്നഹും കുല്ലഹും സുലഹാവു. ലിത്തിഫാഖിൽ ഉലമായി, ഉലമായിക്ക് ഇത്തിഫാഖ് ഉണ്ടായതിനു വേണ്ടി അലാ അന്നഹും, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ, കുല്ലുഹും, അവര് മുഴുവനും സുലഹാവു, സ്വാലിഹീങ്ങളാണ് എന്നുള്ളതിന്റെ മേലിൽ അവർക്ക് ഉലമായിക്ക് ഇത്തിഫാഖ് ഉണ്ടായതിനു വേണ്ടി ഒരിക്കലും അവർ ചെയ്തതായ ഈ കാര്യങ്ങൾ അവർക്ക് സ്വലാത്തിനെതിരാണെന്നൊരാളും വിശ്വസിച്ചു പോകരുത്. ഇവിടെ ഹംസയിൽ സുലഹാവു, കുല്ലുഹും സുലഹാവു എന്നാ പറഞ്ഞത്. എന്താ സുലഹാവു എന്ന് പറയാനുള്ള കാരണം? എന്ത് അംബിയാവു എന്ന് പറയാതിരുന്നത്? അദല ഇലൈഹി അൻ അംബിയാഉ, അംബിയാഉ എന്ന് പറയുന്ന തൊട്ട് സുലഹാവു എന്ന് പറഞ്ഞാലുള്ള കാരണം യന്നൽ അംറൽ മുത്തഫഖ അലൈഹി കമാ ലിഅന്നഹുൽ അംറുൽ മുത്തഫഖ അലൈഹി കമാ തഖററ. ഇത്തിഫാഖുള്ള വിഷയം, ലോക പണ്ഡിതരുടെ ഇടയിൽ അഭിപ്രായവ്യത്യാസമില്ലാത്ത വിഷയമാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ സ്വാലിഹീങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അപ്പൊ ഇത്തിഫാഖുള്ള വിഷയമാണ് പറഞ്ഞതാണ്. ഔലി ഖുവ്വത്തിൽ ഖിലാഫി ഇൻദഹു ഫി അദ്മി നുബുവ്വതിഹിം, അല്ലെങ്കിൽ ബുസ്രി ഇമാമാണ് ഹംസിന്റെ ആള്, അവരുടെ അടുക്കല് ഈ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ നബിമാരല്ല എന്നുള്ളതിൽ ഖിലാഫിനിക്ക് ശക്തിയായി വന്നത് കൊണ്ട് ഖിലാഫുള്ള വിഷയത്തിൽ കടക്കണ്ട, സ്വാധീനങ്ങൾ പറഞ്ഞു പോവാന്ന് പറഞ്ഞതാണ്. ഖിലാഫ് യൂസുഫ് അലൈഹിസ്സലാം ഫഇന്നഹു ലാ ഖിലാഫ ഫീ നുബുവ്വതിഹി, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നുബുവ്വത്തിൽ ഖിലാഫില്ല, സഹോദരങ്ങളുടെ നുബുവത്തിൽ ഖിലാഫുണ്ട്. ഇനി ശ്രദ്ധിക്കാൻ കേട്ടോ. ലാകിനിൽ ഹഖ്ഖു, എങ്കിലും ഹഖ്, സവാബ്, സത്യം, അന്നഹാ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ നബിമാരാണ് എന്നുള്ളത് വാഹിറുൽ ആയത്തി, ആയത്തിന്റെ വാഹിറാണ്. വാഹിർ എന്നാൽ നമുക്കറിയാലോ, വാഹിർ എന്താ? വ്യക്തമായി ആയത്തിൽ നിന്ന് ലഭിക്കുന്നത് അതാണ്. ബഈദായ ഇഹ്തിമാൽ കൊണ്ട് തൗബീൽ ചെയ്ത് കാണിഞ്ഞ് വേണമെങ്കിൽ നബിമാരല്ലാന്ന് പറയാം. ബഈദായ തൗബീൽ കൊണ്ട് തൗബീൽ മറ്റൊരു ഇഹ്തിമാലുണ്ട്. വാഹിറായ ഖരീബായ തൗബീൽ ഏതാ? ഖരീബ് ആയത്ത് അവർ നബുവത്തുണ്ട് എന്നുള്ളതാണ്. ലാകിനിൽ ഹഖ്ഖു അന്നഹാ വാഹിറുൽ ആയ, നുബുവത്ത് ഇഖ്വത്ത് യൂസുഫയാണ് ആയത്തിന്റെ വാഹിർ. ആ വാഹിറിനെ തെറ്റിച്ച് ബഈദായ തൗബീൽ കൊണ്ട് വേണമെങ്കിൽ തൗബീൽ സ്വീകരിക്കും. ആയത്ത് നബിമാരല്ല എന്ന് വ്യക്തമാക്കണമെങ്കിൽ ബഈദായ തൗബീൽ ചെയ്യണം. എന്നിട്ട് പറഞ്ഞ് ഔ സ്വരീഹുഹാ, ലാകിനിൽ ഹഖ്ഖു അന്നഹാ വാഹിറുൽ ആയത്തി ഔ സ്വരീഹുഹാ, മറ്റേ ഔവാണുള്ളത്. ആയത്തിന്റെ വാഹിറ് എന്നല്ല, ബന്ധുരാക്കളാവും. ആയത്തിന്റെ വാഹിറ് എന്നല്ല, സ്വരീഹന്നെ അതാണ്. ആയത്തിലൂടെ സ്വരീഹ്, മറ്റൊന്നിനിക്ക് ഇഹ്തിമാലില്ലാതെ അമ്പിയാക്കളാണെന്ന് മാത്രമേ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളെ പറ്റി പറയാൻ പറ്റുള്ളൂ. അത് സ്വരീഹാണ് ആയത്തിന്റെ, അതാണ് സത്യം. ഞാനത് ആണിട്ട് വായിക്കുന്നത് അതിന്റെ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. ലാകിനിൽ ഹഖ്ഖു അന്നഹാ വാഹിറുൽ ആയത്തി ഔ സ്വരീഹുഹാ,
ഏതാണ് ആ സ്വരീഹായി വന്ന ആയത്ത്? وهي قوله تعالى قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط إذ الأسباط هم أولاد يعقوب. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ യാക്കൂബ് ഇസ്ലാമിന്റെ മക്കളാണ്. وقد ذكرت الآية أنه أنزل عليهم شيء يجب الإيمان به غير ما أنزل على آبائهم. ഈ അസ്ബാത്തായ യാക്കൂബ് ഇസ്ലാമിന്റെ മക്കളെ മേൽ ഒരു സംഗതി ഇറക്കപ്പെട്ടിട്ടുണ്ട്, അത് ആബായിന്റെ മേൽ ഇറക്കപ്പെട്ടതല്ല. അതുകൊണ്ട് വിശ്വസിക്കാൻ നിർബന്ധമാണെന്ന് ആയത്ത് വ്യക്തമായി പറയുന്നു. ആ അസ്ബാത്തിന്റെ മേലിറക്കപ്പെട്ട സംഭവം എന്താണ്? അത് വഹിയാണ്. സമാഹുവൽ മുത്തബാദിറു, വഹിയാണ് എന്നുള്ളതാണ് മുത്തബാദിറാകുന്നത്. ബൽ സ്വറഹത് ബിഹി ആയത്ത് വൗഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ വൽ അസ്ബാത്ത്. ഈ ആയത്ത് അതുകൊണ്ട് ശരിയാക്കിയിട്ടുണ്ട്. വഹി തന്നെയാണ് ഇറക്കപ്പെട്ടത്. മനുഷ്യന്മാർക്ക് വഹി ഇറക്കപ്പെടുമ്പോൾ അവർ പ്രവാചകന്മാരാകും. വഹീനൈദിൻ ഫനഫി നുബുവ്വതിഹിം അൽ മുസ്തൽസിം ലിനഫിൽ വഹി ഇലൈഹിം മുനാഖിബുൻ ലിസരീഹിൽ ആയ. അപ്പോ യാക്കൂബ് ഇസ്ലാമിന്റെ മക്കൾക്ക് നുബുവത്തിനെ നെഫി ചെയ്യുക എന്ന് പറയുന്നത്, നുബുവത്തിനെ നെഫി ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് വഹി ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അത് ആയത്തിന്റെ സ്വരീഹിനോട് എതിരായതാണ്. ഫതഅമ്മൽഹു, നീ വളരെ വ്യക്തമായി ചിന്തിച്ചോ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും എന്താ പറയാ, 2-3 പേജോളം ആ ചർച്ച ചെയ്തിട്ട് വൽഹാസിലു അന്നഹു യജിബു അലൈനാ അൽ ഈമാനു ബിനസാഹതിഹിം വബറാഅതിഹിം മിൻ കുല്ലി മാ ലാ യലീഖു ബിഹിം. ചുരുക്കി പറയുകയാണെങ്കിൽ അവരുടെ ലായിക്കല്ലാത്ത എല്ലാ തെറ്റുകളെ തൊട്ടും അവർ പരിശുദ്ധരാണ് എന്നും അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. വളരെ വിശദമായി ഓദ്യ അർത്ഥം വെക്കാണ്ട് അപ്പൊ അവരൊക്കെ തെറ്റ് വന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിനൊക്കെ അത് അവരുടെ ശരീഅത്താണ്. അവരുടെ ശരീഅത്ത് പ്രകാരം അത് തെറ്റല്ല, അവർ ചെയ്യേണ്ട കാര്യം ചെയ്തതാണ്. اتفقوا على أن المراد بالأسباط أولاد يعقوب فقولنا أمرنا بالإيمان بما أنزل إلى أبيهم وبما أنزل إليهم ظاهرا نص في أنه أنزل عليهم ما يجب علينا الإيمان به احتمالا وهذا صريح في نبوتهم وعليه فقد يستشكل ما وقع منهم في هذه القصة من الأمور الكثيرة التي ظواهرها يجب تنزيه الأنبياء صلى الله عليه وسلم عنها بناء على الأصح بل الصواب أن الأنبياء جميعهم الرسل وغيرهم معصومون قبل النبوة وبعدها من صغائر المعاصي وكبائرها سهلها وعمدها. അമ്പിയാക്കൾ എല്ലാ തെറ്റിനെ തൊട്ടും മനഃപൂർവമായോ മനഃപൂർവ്വമല്ല മറന്നിട്ടോ എന്തെങ്കിലും നുബുവത്തിന്റെ മുമ്പോ ശേഷോ ചെറുദോഷം വലുദോഷം എല്ലാം ഒഴിവാക്കണമെന്നുള്ളതാണ് എന്റെ സത്യം. അതാണുള്ള സ്വഭാവ്. അത് ഇഷ്കാരായി വരുമല്ലോ ഓരോക്കിൽ നിന്നുണ്ടായ പ്രശ്നങ്ങള്. بل نقل عن الأكثرين أن العصمة إنما هي بعد النبوة لا قبلها. ഒരു മറുപടി, നുബുവത്തിന്റെ മുമ്പ് ഇസ്മത്ത് വേണ്ടതുള്ളൂ അല്ല ശേഷേ വേണ്ടതുള്ളൂ, നുബുവത്തിന് മുമ്പ് വേണ്ട എന്നുള്ളത് പ്രകാരം ആണ് ഈ പറഞ്ഞത് എന്നോട് പറയാ. വല്ലൗല, അതൊരു ഇമാം റാസിന്റെ മറുപടിയാണ്. നുബുവത്തിന്റെ മുമ്പാണ് സംഭവം, നുബുവത്തിന് മുമ്പ് ഇസ്മത്ത് വേണമെന്നില്ല. എന്നിട്ട് പറയാണ് വല്ലൗല അയ്യുജാബ ബിഅന്ന ഹാദിഹിൽ ഉമൂറ ഇന്നമാ തുസ്തസ്കലു അലാ ഖവാഇദി വല്ല അയ്യുജാബ ബിഅന്ന ഹാദിഹിൽ ഉമൂറ ഇന്നമാ തസ്തസ്കിലു അലാ ഖവാഇദി ശർഇനാ. ഇതൊക്കെ നമ്മളെ ശരീരത്തുള്ള ഹുക്മുകളെ ഇസ്കാരായി വരുള്ളൂ എന്ന മറുപടിയാണ് നല്ലത്.
അമ്മാ അലാ ശറഇഹിം ഖലം നഹ്നു ലാ നദ്രി. ഓല ശരീഅത്ത് പ്രകാരം ഇത് തെറ്റാണോ അല്ലയോ ഞമ്മക്കറിയില്ല. وبفرض أنه يوافق شرعنا في ذلك فيحتمل أن لهم تبديلا سوغ لهم. ചുരുക്കത്തില് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായ യൂസുഫ് അലൈഹി ഇസ്ലാം അടക്കമുള്ള 12 പേരും പ്രവാചകരാണ് എന്നുള്ളതാണ് ഹഖ്. ലാകിനിൽ ഹഖ് അന്നഹാ ളാഹിറുൽ ആയത്തി ഔ സരീഹുഹാ. ഖുർആനിലെ ആയത്തിന്റെ ളാഹിർ അതല്ല, അതിന്റെ സ്വരീഹ് തന്നെ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ നുബുവത്തുള്ളവരാണ്, നുബുവത്ത് ലഭിച്ചവരാണ് എന്നുള്ളതാണ് ഹഖ്, സത്യം അതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ വളരെ അർത്ഥസംഗത്തില്ലാതെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവസാനമായി അവർ ആ ചർച്ച അവസാനിപ്പിക്കുന്നത് നേരത്തെ വായിച്ചതുമായി വൽഹാസിലു അന്നഹു യജിബു അലൈനാ അൽ-ഈമാനു ബിനസാഹതിഹിം വബറാഅതിഹിം മിൻ കുല്ലി മാ ലാ യലീഖു ബിഹിം. അവരോട് യോജിക്കാത്ത എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം ഒരു ഭാര്യങ്ങളാണ് എന്നും അവർ പരിശുദ്ധരാണെന്നും വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സഹമക്കള്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാര് എല്ലാവരും അവരുടെ നസാഹത്ത് കൊണ്ടും ഒരു പ്രവാചകന്റെയോട് യോജിക്കാത്ത എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം പരിശുദ്ധരാണെന്ന് വിശ്വസിക്കലും അവർ ഭാര്യങ്ങളാണെന്നും വിശ്വസിക്കലും നിർബന്ധമാണ് എന്ന് പ്രത്യേകം ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇമാം സോവി സൂചിപ്പിച്ച മാതിരി ആ ഖിദ്ർ നബി അലൈഹി സ്വലാമിന്റെ ആ ചരിത്രവുമായി തുലനം ചെയ്തിട്ട് ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാവാൻ നമുക്ക് സഹായകമാകും. നമുക്ക് മഹാന്മാരെ സംബന്ധിച്ചുള്ള സൂവന് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല ഒഴിവാക്കി തരുമാറാവട്ടെ. മഹാന്മാരെ സംബന്ധിച്ച് അവരെ വേണ്ടതുപോലെ അവരെ മനസ്സിലാക്കാനും അവരുടെ സഹായം നമുക്ക് അല്ലാഹു തആല നൽകി തരാനും നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നിന്റെ സ്വാലിഹീങ്ങളെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ മഹാന്മാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടാത്ര മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. അതിന്റെ പേരിൽ ഞങ്ങളെ ഒരിക്കലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ അറിവ് കേട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതെല്ലാം വേണ്ടതുപോലെ അല്ലാതെ മനസ്സിലാക്കിയത്. ഞങ്ങളെ പരിശ്രമത്തിന്റെ കുറവ്, ഞങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ കുറവ് കൊണ്ട് വന്നുപോയ തെറ്റുകളാണ്. അതെല്ലാം അല്ലാഹു നമുക്കെല്ലാവർക്കും വിട്ടുകൊടുത്ത് മാറാക്കി തരുമാറാവട്ടെ. എന്തായാലും അവർ സ്വാലിഹീങ്ങളാണ് എന്നുള്ളതിൽ ഒരാൾക്ക് പോലും ലോകത്ത് സംശയമില്ല. അമ്പിയാക്കളാണോ അല്ലേ എന്നുള്ളതിൽ മഹത്തുക്കളുടെ ഖിലാഫുണ്ടെങ്കിലും അമ്പിയാക്കളാണ് എന്നുള്ളതാണ് സ്വവാബ്, ഹക്ക്, സത്യം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മൾ ഇബ്നു ഹജർ തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മഹാനായ ശൈഖുനാന്റെ കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.